ശക്തമായ അസ്ഥികളും പല്ലുകളും നിർമ്മിക്കുന്നതിനും നിലനിർത്തുന്നതിനും അത്യാവശ്യമായ കാൽസ്യത്തിന്റെ ഏറ്റവും സമ്പന്നമായ പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ ഒന്നാണ് പാൽ. ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ തടയാൻ പാൽ പതിവായി കഴിക്കുന്നത് സഹായിക്കുന്നു, കൂടാതെ കുട്ടികളിലും കൗമാരക്കാരിലും ശരിയായ അസ്ഥി വളർച്ചയെ പിന്തുണയ്ക്കുന്നു. പേശികളുടെ വളർച്ച, നന്നാക്കൽ, ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പരിപാലനം എന്നിവയ്ക്ക് ആവശ്യമായ 9 അവശ്യ അമിനോ ആസിഡുകളും ഉൾപ്പെടുന്ന ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ പാലിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ അളവ് കുറയ്ക്കുകയും ശാരീരിക പ്രവർത്തനങ്ങൾക്കോ പരിക്കിനോ ശേഷം ശരീരത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൊഴുപ്പ് കുറഞ്ഞതോ കൊഴുപ്പ് നീക്കം ചെയ്തതോ ആയ പാൽ ഇനങ്ങൾക്ക് പൊട്ടാസ്യം നൽകുന്നതിലൂടെ ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാൻ കഴിയും. ഇത് സോഡിയത്തിന്റെ ഫലങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മഗ്നീഷ്യം, കാൽസ്യം എന്നിവയുടെ സാന്നിധ്യം ഹൃദയത്തിന്റെ ശരിയായ പ്രവർത്തനത്തിനും കാരണമാകുന്നു. കാൽസ്യത്തിനു പുറമെ പാൽ വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി12, റൈബോഫ്ലേവിൻ, ബി2, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ നല്ല ഉറവിടമാണ്. ഊർജ്ജ ഉൽപാദനം, ചുവന്ന രക്താണുക്കളുടെ രൂപീകരണം, നാഡികളുടെ ആരോഗ്യം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഈ പോഷകങ്ങൾ സഹായിക്കുന്നു. വിറ്റാമിൻ എ, പ്രോട്ടീൻ തുടങ്ങിയ പാലിലെ പോഷകങ്ങൾ ചർമ്മത്തിന്റെ പുനരുജ്ജീവനത്തിനും മുടി വളർച്ചയ്ക്കും കാരണമാകുന്നു. ചില ആളുകൾ പാൽ അതിന്റെ മോയ്സ്ചറൈസിംഗ്, ആശ്വാസം എന്നിവയ്ക്കായി പ്രാദേശികമായി ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ആന്തരിക ഗുണങ്ങൾക്കുള്ള പ്രാഥമിക രീതി ഭക്ഷണ ഉപഭോഗമാണ്. പ്രത്യേകിച്ച് സമീകൃതാഹാരത്തിന്റെ ഭാഗമായി പാൽ കഴിക്കുമ്പോൾ അത് സംതൃപ്തി വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കാനും സഹായിക്കും. ഇതിന്റെ പ്രോട്ടീൻ ഉള്ളടക്കം നിങ്ങളെ കൂടുതൽ നേരം വയറു നിറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ഭാഗിക നിയന്ത്രണത്തിനും ഭാരം നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. പാലിൽ ഏകദേശം 87% വെള്ളമാണ്. ഇത് ജലാംശം ലഭിക്കാൻ നല്ലൊരു ഓപ്ഷനാക്കി മാറ്റുന്നു. പൊട്ടാസ്യം, സോഡിയം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളും ഇത് നിറയ്ക്കുന്നു. ഇത് വ്യായാമത്തിന് ശേഷമോ അസുഖത്തിൽ നിന്ന് കരകയറുമ്പോഴോ ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. പാലിലെ സ്വാഭാവിക പഞ്ചസാരയായ ലാക്ടോസ് ദഹിപ്പിക്കാൻ ആവശ്യമായ എൻസൈമായ ലാക്ടേസ് പലർക്കും ആവശ്യത്തിന് ഇല്ല. ഇത് പാലുൽപ്പന്നങ്ങൾ കഴിച്ചതിനുശേഷം വയറു വീർക്കൽ, ഗ്യാസ്, മലബന്ധം, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാകും. ഈ അവസ്ഥയുള്ളവർക്ക് ലാക്ടോസ് രഹിത ബദലുകൾ ലഭ്യമാണ്. ചില വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക്, കസീൻ അല്ലെങ്കിൽ മോർ പോലുള്ള പാൽ പ്രോട്ടീനുകളോട് അലർജിയുണ്ടാകാം. ചർമ്മത്തിലെ തിണർപ്പ്, ദഹന പ്രശ്നങ്ങൾ മുതൽ കഠിനമായ അലർജി പ്രതിപ്രവർത്തനങ്ങൾ വരെ ലക്ഷണങ്ങൾ ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിൽ പാൽ പൂർണ്ണമായും ഒഴിവാക്കുകയും സുരക്ഷിതമായ ബദലുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും വേണം. ചില പ്രദേശങ്ങളിൽ പാൽ ഉൽപാദനത്തിൽ പശുക്കളിൽ വളർച്ചാ ഹോർമോണുകളുടെയോ ആന്റിബയോട്ടിക്കുകളുടെയോ ഉപയോഗം ഉൾപ്പെടുന്നു. ഇത് ആരോഗ്യബോധമുള്ള ഉപഭോക്താക്കളിൽ ആശങ്കകൾ ഉയർത്തുന്നു. രാജ്യത്തിനനുസരിച്ച് നിയന്ത്രണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുമെങ്കിലും ജൈവ അല്ലെങ്കിൽ ഹോർമോൺ രഹിത പാൽ തിരഞ്ഞെടുക്കുന്നത് ഈ ആശങ്കകൾ ലഘൂകരിക്കാൻ സഹായിക്കും. അസ്ഥികളുടെ ആരോഗ്യം, പേശികളുടെ വളർച്ച, ജലാംശം, മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയെ പിന്തുണയ്ക്കുന്ന പോഷക സമ്പുഷ്ടമായ പാനീയമാണ് പാൽ. എന്നിരുന്നാലും ലാക്ടോസ് അസഹിഷ്ണുത, അലർജികൾ അല്ലെങ്കിൽ ഭക്ഷണ മുൻഗണനകൾ എന്നിവ കാരണം ഇത് എല്ലാവർക്കും അനുയോജ്യമല്ലായിരിക്കാം. ശരിയായ തരം പാൽ, ലാക്ടോസ് രഹിത അല്ലെങ്കിൽ സസ്യാധിഷ്ഠിത ബദലുകൾ പോലുള്ളവ തിരഞ്ഞെടുത്ത് മിതമായി കഴിക്കുന്നത് സാധ്യമായ ദോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ ഗുണങ്ങൾ ആസ്വദിക്കാൻ നിങ്ങളെ സഹായിക്കും.